ജർമ്മൻ്റെ എക്വഡോറിൻ്റെ കളി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കണമെന്നുണ്ടെങ്കിൽ തുടക്കം തന്നെ ജർമ്മനി രണ്ടാമത്തെ മിനിറ്റിൽ ഒരു ഗോള്. അതിൻ്റെ ഇടയിൽ ഒരു ഫൗൾ ഉണ്ടായിരുന്നു, അത് കണ്ടവർക്കറിയാം. അത് കൊടുത്തില്ല, ഒരു ഗോൾ അടിച്ചു. ജർമ്മനി അങ്ങനെ ഒരു ഗോൾ അടിച്ചു. ഭയങ്കര ആവേശത്തിൽ ജർമ്മൻ്റെ ഫാൻസൊക്കെ നിൽക്കുന്ന ടൈമിൽ അധികം ആയുസ് അതിനോട് കൊടുത്തില്ല എക്വഡോർ. 9ാമത്തെ മിനിറ്റിൽ നെൽസൻ്റെ ഒരു ഗോൾ തിരിച്ചട് മടക്കേണ്ട കൊടുത്തു. അതിനധികം ഒന്നും ആയുസിലടാ മക്കളെ എന്നും പറഞ്ഞിട്ട് അതാണ്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇങ്ങനെ കളി ഇങ്ങനെ വാമപ്പായിട്ട് ഇങ്ങനെ വരുമ്പോൾ 77ാമത്തെ മിനിറ്റിൽ പ്ലാറ്റേൻ്റെ ഒരു മാന്ത്രിക ഗോള് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഗോളിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തട്ടിയിട്ട്. അതുപോലെ തന്നെ നെൽസൻ്റെ ഷോട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നെൽസൻ്റെ ഫസ്റ്റത്തെ ഷോട്ടാണ് അവരെ സമനില നിർത്താനുള്ള കാരണം. ആ ഷോട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ഷോട്ട് ചെയ്യുന്ന ഒരു യമൻ്റെ ഷോട്ടാണ് കേട്ടോ. അത് നമ്മൾ പറയാതിരിക്കാതെ പറ്റൂല. അമ്മാര് ഷോട്ട് ചെയ്യുന്നത് നമ്മൾ മറ്റുള്ള ഈ മെയിൻ താരങ്ങളിൽ നിന്ന്, അതായത് മെസ്സി, റൊണാൾഡോ, അതുപോലെ നെയ്മർ, ഇങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഗോളുണ്ടല്ലോ, അതാണ് നെൽസൺ അവിടെ അടിച്ചൊരു ഗോള്. ആ ഒരു എഫക്റ്റ് ചെയ്യുന്നതിന്. പിന്നെ പ്ലാറ്റിൻ്റെ ഗോള് അതും അടിപൊളി ഗോൾ ചെയ്യുന്നത്, അതൊരു മാന്ത്രിക ഗോളെന്ന് പറയാം. ഒട്ടും പ്രതീക്ഷിക്കാതെ ഗോളിൻ്റെ കയ്യിൽ എത്തിയെന്നുണ്ട് തോന്നിയാൽ തന്നെ ഒരു തട്ടിയിട്ട് ഗോളാക്കിയത് ഏമണ്ടും ഗോൾ ചെയ്യുന്നു. എന്തായാലും ജർമ്മനി എന്നൊരു പടും മരത്തിനെ അവരാണ് ചായച്ച് കളഞ്ഞു എക്വഡോർ. എന്തായാലും നല്ലൊരു കളിയായിരുന്നു. ഇനിയിപ്പോൾ ജർമ്മനി ഫാൻസ് വന്നിട്ട് അത് ഞങ്ങളൊരു വാമ്പിന് വേണ്ടി കളിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ നിൽക്കണ്ട. എന്തായാലും എക്വഡോർ ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെ കളിച്ചതാണ്. ജർമ്മനി ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെ കാരണം കളിച്ചിട്ടുണ്ടാവുക. പക്ഷേ എക്വഡോറിന് എന്തായാലും ജയിക്കണം, കാരണം നോക്കൗട്ടിൽ കയറാനുള്ളതാണ്. അതുകൊണ്ട് അവർ കയറും ചെയ്തു. അവർ നല്ല കളി, നല്ലൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരുന്നു. അടിപൊളി കളിയാണ്. എന്തായാലും അടുത്ത കളിയിലും ജർമ്മനി ഇതേ മട്ടിനാണ് പോകണമെന്നുണ്ടെങ്കിൽ തീരുമാനമായത് തന്നെ. എന്തായാലും ഫസ്റ്റ് ഇത് ആവേശം ഈ കളിയിൽ കണ്ടിട്ടില്ല.